എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ കറണ്ട് എക്കണോമിക് ടോപ്പിക് എന്ന് പറയപ്പെടുന്നത് കെയ്സൺ ഫിലോസഫിയാണ്. കെയ്സൺ ഫിലോസഫി എന്ന് പറയപ്പെടുന്നത് ഒരു ജാപ്പനീസ് ഫിലോസഫിക്കൽ ഐഡിയയാണ്. ജപ്പാൻ എന്ന് പറയപ്പെടുന്ന രാജ്യത്തിനെ പറ്റി നമുക്കറിയാവുന്നതാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം തരിപ്പണമായ ഒരു രാജ്യമാണ്. എന്നാൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ടെക്നോളജിയുടെ ഉടമയുമാണ്. നമുക്ക് ഏറ്റവും വിശ്വസ്തതയിൽ ഉള്ള ടെക്നോളജിയാണ് ഈ ജപ്പാൻ്റെ. അപ്പം ജപ്പാൻ അത്രമേൽ ടെക്നോളജിക്കലായിട്ട് ബേസ് അന്നത്തെ ആ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം തരിപ്പണമായ ഒരു രാജ്യത്തിന് ഇന്ന് ഏറ്റവും നല്ലൊരു പൊസിഷന് ടെക്നോളജിയിൽ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു ടെക്നോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു രാജ്യമായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും വേറിട്ട ഒരു തന്ത്രം അവരുടെ കയ്യിലുണ്ടായിരിക്കുമെന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പം മസാക്കി ഇമൈ എന്ന് പറയപ്പെടുന്ന ഒരു ടെക്നോളജിസ്റ്റാണ്, ഒരു എൻജിനീയർ കൂടിയായിരുന്ന ഒരു ടെക്നോളജിസ്റ്റിൻ്റെ ഐഡിയ ആണ് ഈ കെയ്സൺ ഫിലോസഫി എന്ന് പറയപ്പെടുന്നത്. അപ്പം കെയ്സ് എന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ചേഞ്ച്. സെൻ എന്ന് മീൻ ചെയ്യപ്പെടുന്നത് കണ്ടിന്യൂസ് എന്നാണ് പറയുന്നത്. അപ്പം കെയ്സൺ ഫിലോസഫി എന്ന് പറയപ്പെടുന്നത് ചേഞ്ച് ഇൻ എ കണ്ടിന്യൂസ് വേ എന്നാണ് മീൻ ചെയ്യപ്പെടുന്നത്. ഈ ഒരു തന്ത്രമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ടൊയോട്ടോ എന്ന് പറയപ്പെടുന്ന മാനുഫാക്ചറിങ് കമ്പനി അവരുടെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ അഡോപ്റ്റ് ചെയ്തിരുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, സമസ്ത മേഖലയിലും ചേഞ്ചസ് അഡോപ്റ്റ് ചെയ്യുക. സമസ്ത മേഖലയിലും ചേഞ്ചസ് അഡോപ്റ്റ് ചെയ്യുന്നതിൽ അവർ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിലെ എല്ലാ ആളുകളെയും കൂടെ കോർഡിനേറ്റ് ചെയ്യുക. അതുപോലെ എന്ന് വെച്ചാൽ ഒരു ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് മുതൽ ടോപ്പ് ലെവലിലുള്ളായിരിക്കുന്ന ആളുകൾ തരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പൊസിഷൻ ഉള്ള ഡിഫറെൻറ്റ് ജോബേഴ്സ് എംപ്ലോയീസിനെ എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് എല്ലാവർക്കും ഈ നമ്മുടെ ഈ സ്ഥാപനത്തിൽ തുല്യ പ്രാധാന്യമാണ്, ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് വെച്ചാൽ ഈച്ച് ആൻഡ് എവരി ഇൻഡിവിജ്വൽ ഈസ് ഹാവ് ഈക്വൽ റെസ്പോൺസിബിലിറ്റി എന്നാണ് അതിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത്. അപ്പം ചേഞ്ചസ് എല്ലാ ആളുകളുടെയും കൂടെ ഐഡിയാസിനെ സമന്വയിപ്പിച്ചുകൊണ്ട് എല്ലാ ആളുകളുടെയും സമന്വയിപ്പിക്കുന്ന ഈ ആശയം അതേപോലെ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ആ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് എഫക്റ്റ് എത്രമാത്രം ഉണ്ടെന്ന് അനലൈസ് ചെയ്യുകയും അതിനെ ഫോളോ ചെയ്യുകയും നിരന്തരം ഐഡിയാസ് അവർ ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ഒരു തന്ത്രമാണ് ഈ കെയ്സൺ ഫിലോസഫി എന്നതുകൊണ്ട് മീൻ ചെയ്യപ്പെടുന്നത്. അപ്പം ആ ഒരു തന്ത്രത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയപ്പെടുന്നത് എപ്പോഴും ചേഞ്ചസ് അഡോപ്റ്റ് ചെയ്യുക. അപ്പം അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ ആളുകൾക്കും തുല്യ പ്രാധാന്യത്തോടു കൂടി എല്ലാ ആളുകളും തുല്യതയിൽ നിന്നുകൊണ്ട് എല്ലായ്പ്പോഴും ചേഞ്ചസ് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു തന്ത്രമാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കും, വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും എന്നതാണ് ഈ പ്രിൻസിപ്പിൾ, ഈ ഒരു തത്വത്തിനകത്ത് അധിഷ്ഠിതമായിരിക്കുന്നത്. അപ്പം സമസ്ത മേഖലയിലും നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്ന ഒരു പ്രിൻസിപ്പിളാണിത്. അതുപോലെ അണ്ണാൻ കുഞ്ഞിനും തന്നാല എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ ഒരു പ്രിൻസിപ്പിളാണ് നമ്മൾ എപ്പോഴും ചേഞ്ചസ് അഡോപ്റ്റ് ചെയ്യുക, എപ്പോഴും. അപ്പം നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മുടെ കുട്ടികളെ വളർത്തുന്നതിലാണെങ്കിലും അതുപോലെ ഇൻഡസ്ട്രിയൽ വ്യാവസായിക മേഖലയിലാണെങ്കിലും എഡ്യൂക്കേഷൻ മേഖലയിലാണ് എല്ലാ മേഖലകളും സമസ്ത മേഖലയിലും ഈ ഒരു പ്രിൻസിപ്പിൾ അഡോപ്റ്റ് ചെയ്താൽ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കും, നമുക്ക് 100% പ്രോഗ്രസ് ഉണ്ടാക്കാൻ സാധിക്കും എന്നതാണ് ഈ ഒരു പ്രിൻസിപ്പിളിൻ്റെ വ്യത്യാസം. അപ്പം അതാണ് അവരുടെ പ്രിൻസിപ്പിൾ എന്ന് പറയപ്പെടുന്നത്. അത് അവർ എല്ലാ മേഖലയിലും ഒരു കുട്ടിയെ വളർത്തിയെടുക്കുന്നതിന്, ഒരു കുഞ്ഞിൻ്റെ സ്വഭാവ രൂപീകരണത്തിനാണെങ്കിലും എല്ലാത്തിലും കുഞ്ഞുങ്ങൾക്ക് പ്രാധാന്യം തുല്യ. നമ്മുടെ കുട്ടികളെ വളർത്തുന്ന അതേ മെത്തേഡിലല്ല ആ കുട്ടികളെ എന്ന് വെച്ചാൽ അവർ സോഫ്റ്റ് സ്കില്ലിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. കുട്ടികളുടെ നൈപുണ്യം വളർത്തിയെടുക്കുന്നതിന് അവർ ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ്. എങ്ങനെ ജീവിക്കാം, എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമ്മൾ അവിടുത്തെ ഒരു ഡേ കെയർ ഉള്ള ഒരു കുഞ്ഞിനെ ആയാലും പ്ലേ സ്കൂളിലെ കുഞ്ഞാണെങ്കിലും അവരൊക്കെ എന്ന് പറയുന്നത്
തന്നെ എപ്പോഴും ചെയ്യുന്ന പ്രവർത്തികൾ എന്ന് പറയപ്പെടുന്നത് നമ്മുടെ കുട്ടികളിൽ ചെയ്യുന്നതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ സ്കൂളിൽ പോയി അല്ലെ നഴ്സറി പോയിട്ട് വരുന്ന ഒരു കുട്ടി വീട്ടിൽ വന്ന് ഗേറ്റ് തുറന്ന് കയറുമ്പോൾ മുതലേ ആ കുട്ടിയുടെ പെർഫോമൻസ് എന്ന് പറയപ്പെടുന്നത് ആ കുട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ റൊട്ടീനായിട്ട് ചെയ്യുന്ന ഇതുണ്ട്. എങ്ങനെയാണ് വരുമ്പോൾ ബാഗ് എവിടെ വെക്കണം, അതുപോലെ തന്നെ അവൻ്റെ ഷർട്ട് എങ്ങനെ ഊരണം, ബട്ടൺസ് എങ്ങനെ ഇടണം, അതുപോലെ ബുക്ക് എങ്ങനെ വെക്കണം, എങ്ങനെ അറേഞ്ച് ചെയ്യണം, ആ രീതിയിലുള്ള ഒരു രീതിയാണ് നമ്മൾ ഏർലി ചൈൽഡ്ഹുഡിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പം അവിടെയെല്ലാം ഈ കേസ് ആൻഡ് പ്രിൻസിപ്പിളാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ കേസ് ആൻഡ് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ എപ്പോഴും പ്രോഗ്രസ് ചെയ്യുക. നമുക്ക് എക്സാമ്പിളായിട്ട് പറയാവുന്ന നമ്മുടെ വീടുകളിലൊക്കെ നന്നായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന അപ്പൂപ്പന്മാർ, നമ്മുടെ ഗ്രാൻഡ് ഫാദറോ ഗ്രാൻഡ് മദറോ ഒക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ അവർ പണ്ട് തൊട്ടേ ജീവിച്ച രീതി അനുസരിച്ച് വെറുതെ ഇരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. അത് മുറ്റത്തിറങ്ങിയാൽ ഒരു പോച്ച വളരുവാണ് എങ്കിൽ അവർ പെട്ടെന്ന് ശ്രദ്ധിക്കുകയും അവരെ ഇറങ്ങുമ്പം അത് പറിച്ച് കളയുകയും ചെയ്യും. അങ്ങനെയുള്ള അത് ഒരു പോച്ച എവിടെ ഉണ്ടാകുന്നോ അത് അന്ന് അവർ പറിച്ച് കളയും. അപ്പോൾ അവരെ സംബന്ധിച്ച് അതൊരു ഇഷ്യൂ ആവുന്നില്ല. അതുകൊണ്ട് ആ വീടിൻ്റെ മുറ്റം എപ്പോഴും വൃത്തിയായിട്ട് തന്നെ ആയിരിക്കും കിടക്കുന്നത്. അതേസമയം മറ്റ് രീതിയിൽ നമ്മുടെ ഒരു ടെൻഡൻസി എന്ന് പറയപ്പെടുന്നത് ഒരിക്കൽ നമ്മൾ വീട് അങ്ങ് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് പിന്നീട് ഒരിക്കലും അത് ചെയ്യുന്നത് പോച്ച കാട് പിടിച്ചു വളർന്നാലും അത് മരമാവുന്നത് വരെ വീണ്ടും എടുക്കുന്നത്. അതിന് ശേഷമായിരിക്കും നമ്മൾ ഒരാളിനെ രണ്ടുപേരെ നിർത്തിയിട്ട് അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് എന്തെങ്കിലും ടെക്നോളജി അഡോപ്റ്റ് ചെയ്തോ ഒക്കെ ആയിരിക്കും നമ്മൾ പുല്ല് വെട്ടുന്നത്. അപ്പം എന്താണ് ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നില്ലേ? അപ്പം നമ്മൾ ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ഓരോ വ്യക്തികളും ചെയ്യുകയാണെങ്കിൽ അവിടെ വലിയൊരു പ്രോഗ്രസ് ഉണ്ടാവും എന്നുള്ളൊരു പ്രിൻസിപ്പിളാണ് ഈ കേസ് ആൻഡ് ഫിലോസഫി എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ വാർത്താ പ്രാധാന്യം എന്ന് വെച്ചാൽ ഗുജറാത്ത് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷൻ 2025 മാർച്ച് 26 ഗുജറാത്തിലെ ചീഫ് മിനിസ്റ്റർക്ക് ഒരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യുകയും ആ പ്രപ്പോസലിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലകളിൽ സമസ്ത മേഖലകളിലും കേസ് ആൻഡ് പ്രിൻസിപ്പിൾ അഡോപ്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മൾ 2025 ഇന്ത്യയിൽ കേസ് ആൻഡ് പ്രിൻസിപ്പിളിൻ്റെ പ്രാധാന്യം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കേസ് ആൻഡ് പ്രിൻസിപ്പിൾ എന്താണെന്ന് മനസ്സിലായി കാണും. നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും കേസ് ആൻഡ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്താൽ നമുക്ക് ഏറ്റവും നല്ലൊരു പ്രോഗ്രസ്, എല്ലാ മേഖലകളിലും പ്രോഗ്രസ് ഉറപ്പുവരുത്താൻ സാധിക്കും എന്നതാണ് നമുക്ക് ഇതിൽ കൂടി പറയാൻ പറ്റുന്ന സന്ദേശവും. ഓക്കെ, താങ്ക് യു.